നാട്ടിൽ നടക്കുന്നത് അത്രമാത്രം മോശപ്പെട്ട സംഭവങ്ങളാണ്. ഇതാ ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ചോറ്റാനിക്കരയിൽ ആ പെൺകുട്ടി മരിച്ചുപോയി. നമുക്കറിയാം, പോക്സോ അതിജീവിതയായ ഒരു കുട്ടിയായിരുന്നു. അതിനെ വീണ്ടും അതിന്റെ സുഹൃത്ത് പീഡിപ്പിച്ചു, കൊലപ്പെടുത്തി. എത്രമാത്രം വിശ്വാസത്തോടെ ആയിരിക്കും അവർ ആ സുഹൃത്തിനെ കൊണ്ടു നടന്നിരുന്നത്. ആ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് അയാൾ ആ കുട്ടിയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു, കൊലപ്പെടുത്തി. കാരണം ചുറ്റികയൊക്കെ വെച്ച് തലക്കടിക്കുകയും ഭിത്തിയിൽ തലകൊണ്ട് ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ്. ഒരു സുഹൃത്ത് വേണ്ട ഒരു മനുഷ്യജീവനോട് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയും? ഈ നരാധമന്മാർക്കൊക്കെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ അവന് ഞാൻ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് അവനെന്ന് തന്നെ പറയുകയാണ്, അവന് വാങ്ങിക്കൊടുക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരൊന്നും ഇനി പുറംലോകം കാണരുത്. കാരണം അത്രമാത്രം ആ കുട്ടി വേദന അനുഭവിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്രൂരമായ പീഡനം. മനുഷ്യനാണോ ഇവനൊക്കെ? നമുക്ക് അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. കുറ്റബോധത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ ഇവരെയൊക്കെയും തെളിവെടുപ്പിനും കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ. മുഖത്തൊരു ഭാവഭേദവുമില്ല. എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ്. ഇതിലും അത് തന്നെ, ഈ അനൂപ് എന്ന് പറയുന്ന പ്രതിയെ ആ വീട്ടിലെത്തിച്ചപ്പോഴുള്ള അതെ, നമ്മൾ കണ്ടിരുന്നു. അയാള് വളരെ കൂളായാണ് പോലീസുകാരുടെ കൂടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി പോകാം. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇന്നാണ് നടക്കുക. സംസ്കാരം ഇന്ന് നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക, അല്ലെ? തിയോഫിനാണ് നമ്മളോട് വാർത്തയുമായി ചേരുന്നത്. തിയോഫിൻ, ഞങ്ങൾ ഗുഡ് മോർണിംഗ് നൽകുന്നില്ല, കാരണം ശുഭദിനം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പറ്റിയൊരു വാർത്തയല്ല നമ്മുടെ മുൻപിലുള്ളത്. ഏതായാലും ഇന്ന് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ, അത് പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കും. നമുക്കറിയേണ്ട ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ അനൂപിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞോ? തീർച്ചയായും മനു, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, മനു ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മനു അത് ആ സാഹചര്യം മനസ്സിലാക്കി പറഞ്ഞതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ നമുക്ക് ഈ വാർത്ത ഏറെ വേദനയോടുകൂടി മാത്രമേ നമുക്കിത് നൽകാൻ കഴിയുന്നുള്ളൂ. ഇന്നലെ മുതൽ നമ്മളത് ആ വാർത്ത നൽകിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചത്. 6 ദിവസത്തോളമായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഒരു 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 8 മണിക്ക് ശേഷമാണ് ഈ നിലവിൽ അത് എറണാകുളത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടി അവിടുത്തെ മോർച്ചറിയിൽ തന്നെയാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്നാണ് അറിയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ഈ പ്രതിയായ അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് എന്തായാലും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ മറ്റ് എന്തെങ്കിലും വകുപ്പുകൾ അതിൽ ചേർക്കാനുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്ന ശേഷമായിരിക്കും ഉണ്ടാവുക. നിലവിൽ പ്രതിക്കെതിരെ ഒരു കൊലപാതക പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ഉള്ള കുറ്റങ്ങളുണ്ട്. വളരെ ക്രൂരമായാണ് ഈ പ്രതി കുട്ടിയെ ആക്രമിച്ചത്. ഈ കുട്ടിയോട് അടുപ്പമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ആ ഒരു അടുപ്പം ദുരുപയോഗം ചെയ്തുകൊണ്ട് കുട്ടിയുടെ വീട്ടിലെത്തുകയും കുട്ടിയെ പലപ്പോഴായി കുട്ടിയെ മാനസികമായും ശാരീരികമായും കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് കുട്ടിയുടെ അമ്മ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇയാളുടെ ഉപദ്രവം, ഈ പ്രതിയായ അനൂപിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് അമ്മ വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഈ പ്രതി വീട്ടിലെത്തുന്നത്. രാത്രി കുട്ടിയുടെ വീട്ടിലെത്തുന്നു. അതിന് പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞതാ, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ മറ്റൊരു ആൺ സുഹൃത്ത് വീടിനടുത്തുണ്ടായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും ഈ തർക്കത്തിനിടെ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. വീട്ടിലെത്തി തെളിവെടുപ്പിൻ്റെ സമയത്ത് കുട്ടിയെ ഉപദ്രവിക്കാനായി ഉപയോഗിച്ച ചുറ്റിക പ്രതി കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഷാളിൻ്റെ മുറിഞ്ഞ കഷ്ണം ഇതും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതി പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി, തർക്കത്തിനിടെ ഉപദ്രവിച്ചു, കുട്ടിയെ തല ചുവരിലിടിച്ചു. ഇതിനുശേഷം ഇത് വിഷമം കൊണ്ട് വളരെ പെട്ടെന്ന് കുട്ടി ഒരു ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പോയി ചാകാൻ പറഞ്ഞു എന്നും അതിനുശേഷം ഈ കുട്ടി ഫാനിൽ ഷാൾ മുറുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുമാണ് കുട്ടി പിടയുന്നത് കണ്ട് താൻ ഷാൾ മുറിച്ചിട്ടു എന്നാണ് പ്രതി പറയുന്നത്. ഇത്രയുമാണ് പ്രതി പറഞ്ഞിട്ടുള്ള കാര്യം. എന്തായാലും പ്രതിയെക്കുറിച്ച് പോലീസ് പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട്, ചില ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്, അതോടൊപ്പം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്രൂരമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയത്. നമുക്കറിയാം, ഈ കുട്ടി നേരത്തെ ഒരു പോക്സോ അതിജീവിത കൂടിയാണ്. അതിനിടയിലാണ് ഈ കുട്ടിയോട് അടുപ്പം സ്ഥാപിച്ച് ഈ പ്രതിയായ അനൂപ്, തലയോലപ്പറമ്പ് സ്വദേശിയാണ് അനൂപ്, ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത്. വളരെ ക്രൂരമായി
മർദ്ദനത്തിനിരയായ കുട്ടി ഈ ഷാൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷാൾ അഴിച്ച് താഴേക്ക് ഇട്ടുവെന്ന് പ്രതി പറയുമ്പോഴും കുട്ടി ഉറക്കെ കരഞ്ഞിരുന്നു. ആ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വായും മൂക്കും പൊത്തിപ്പിടിച്ചു എന്നും പറയുന്നുണ്ട്. എന്നിട്ട് കുട്ടിക്ക് ശ്വാസം നിലച്ചു, കുട്ടി മരിച്ചു എന്ന് കരുതിയാണ് താൻ അവിടെ നിന്ന് പോയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഞായറാഴ്ച പുലർച്ചെ ഇവിടുന്ന് പോകുമ്പോൾ, ഈ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മറ്റൊരാൾ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. പോലീസ് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയത് ഇയാളുടെ സുഹൃത്താണോ, അങ്ങനെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ തന്നെയുമല്ല, ഈ ആക്രമണത്തിന് ഇരയായ ശേഷം 6 ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന് ആ ചികിത്സയിലിരിക്കുന്നതിനിടെയാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നതും ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നതും. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആകും സംസ്കാരം നടക്കുക. അതിനെക്കുറിച്ച് നമുക്കിനി ചോദിക്കാനും പറയാനൊന്നുമില്ല. സംഭവമൊക്കെ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വിഷമത്തോടു കൂടി മാത്രമേ കേൾക്കാൻ അല്പമെങ്കിലും മനസാക്ഷിയുള്ളവർക്ക് വിഷമത്തോടു കൂടി മാത്രമേ ആ വാർത്തകളൊക്കെ കേട്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളിലൂടെ കടന്നു പോവുകയാണ്. എന്തായാലും നിയമം അനുശാസിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ കരുതാം.